ദൈവ തിരുനാമം അകത്ത് വിടുമാറാകട്ടെ. പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖിച്ച് വിലപിച്ചിരിക്കുന്ന ഭാര്യ, മക്കള്, കൊച്ചുമക്കളെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ജനിക്കുന്ന ഏതൊരു വ്യക്തിയും മരിക്കുമെന്നുള്ളതായ യാഥാർത്ഥ്യം ഭൂമിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് മരണത്തെ മുഖാമുഖം കാണുവാനുള്ളതായ ഒരു ഭാഗ്യം ദൈവം നമുക്ക് നൽകുന്നത്. മരണം എന്നുള്ളത് ദൈവത്തോടുകൂടെ ചേർക്കപ്പെടുന്നതായ ഭാഗ്യകരമായ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൗമലോകത്ത് ജീവിക്കുന്നതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോക ജീവിതത്തിൽ മരണത്തെ മുഖാമുഖം കണ്ട് നമ്മുടെ പൗരത്വം ഇവിടെയുള്ള സ്വർഗത്തിലാണെന്നുള്ളതായ തിരിച്ചറിവ് നമ്മൾക്കുണ്ടെങ്കിൽ ഏതൊരു മരണത്തെയും നമുക്ക് അഭിമുഖീകരിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ മരണം ഒരു വിശ്വാസത്തോളം ഒരു ജീവിതത്തിൻ്റെ അവസാനമല്ല, അതൊരു മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കം, യാത്രയുടെ ആരംഭവുമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസിയായി ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം താൽക്കാലികമാണെന്നും നിത്യമായ വാസം ദൈവമൊരുക്കിയ ഭവനത്തിലാണെന്നുള്ളതായ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൈപിടിക്കുവാനായിട്ട് സാധിക്കണം. കാരണം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലൂടെ ഇരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ. എന്നാൽ ഒരു വിശ്വാസി യേശുക്രിസ്തുവിൽ മാമോദിസായിലൂടെ സഭയിൽ ജനിച്ച് യേശുക്രിസ്തുവിൽ ജീവിച്ച് യേശുക്രിസ്തുവിൽ മരിച്ച് മറ്റപ്പെടുമ്പോൾ അത് ഭാഗ്യകരമായ അനുഭവം. അതാണ് അവരുടെ മരണമാണ് ഭാഗ്യകരമായ, ദൈവദൃഷ്ടിയിൽ ഭാഗ്യകരമായ ഒരു അനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്നത്. വിശ്വാസിയുടെ ജീവിതം, സഭാപരമായ ജീവിതം എന്നുള്ളത് ശ്രേഷ്ഠമായിരിക്കുന്ന ജീവിതമാണ്. കാരണം കർത്താവിൻ്റെ വാഗ്ദത്തമായ തിരുശരീര രക്തങ്ങളെ അവസാന നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന ല്ലാതെയും കർത്താവിൻ്റെ അകൃത്യം കണക്കിടാതെയും ഇരിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. പ്രിയമുള്ളവരെ, ദൈവദൃഷ്ടിയിൽ ഒരു ഭാഗ്യകരമായ ഒരു ജീവിതം നയിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. പാപം മനുഷ്യന് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുമ്പോൾ പാപമില്ലാത്തൊരു ജീവിതം, പാപത്തെ ഉപേക്ഷിച്ച് വിശുദ്ധിയുടെ ജീവിതം നയിക്കുമ്പോൾ യേശുക്രിസ്തുവിനുള്ള കൂട്ടായ്മയിലേക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ തിരുശരീര രക്തം അനുഭവിക്കുന്നത് ഭാഗ്യകരമായ അനുഭവമാണ്. അതൊരു കൂട്ടായ്മയുടെ അനുഭവമാണ്, യേശുക്രിസ്തുവുമായുള്ള കൂട്ടായ്മയുടെ അനുഭവം. ഈ പ്രിയപിതാവിന് ദൈവം എത്രത്തോളം ദീർഘായുസ് നൽകി മക്കളെയും മക്കളുടെ മക്കളെയും ഒക്കെയും കാണുവാനുള്ളതായ ഭാഗ്യം ദൈവം കൊടുത്തു. ദൈവത്തിൻ്റെ മരണ സമയം വരെയും പരിശുദ്ധ സഭയോട് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ വചനത്തെ, മാറ്റമില്ലാത്ത വചനം മക്കൾക്ക് പകർന്നു കൊടുക്കുവാൻ ഇടയായിത്തീർന്നുള്ളത് ഭാഗ്യകരമായ അനുഭവമാണ്. എത്രയോ ശ്രേഷ്ഠമായിരിക്കുന്ന ജീവിതമാണ്. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് തൻ്റെ ജീവിതത്തിൽ ഭൂരിഭാഗവും ആയുസ് ദൈവദിനം പങ്കുവയ്ക്കുവാൻ അനേക കുഞ്ഞുങ്ങളെ യേശുക്രിസ്തുവിൽ ജനിപ്പിച്ച് യേശുക്രിസ്തുവിനെ അവിടുന്ന് പറഞ്ഞു കൊടുക്കുവാനും യേശുക്രിസ്തു ആരാണെന്നുള്ളതായി ബോധ്യം കൊടുത്ത് യേശുക്രിസ്തുവിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഈ പ്രിയ പിതാവ് കാണിച്ചതായ മാതൃക എന്നുള്ളത് ഒരു ഭാഗ്യകരമായ അനുഭവമാണ്. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിന്റെ വചനം, സഭയുടെ ആചാര അനുഷ്ഠാനങ്ങളും സത്യവിശ്വാസമൊക്കെയും അനേകായിരം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത് യേശുക്രിസ്തുവിൽ നല്ല മക്കളെ വളർത്തിയെടുക്കുവാനും വാർത്തെടുക്കുവാനായിട്ട് പ്രിയപിതാവിന് സാധിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചെറുപ്പകാലം സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ബോധ്യവും സഭയുടെ ആചാര അനുഷ്ഠാനങ്ങളും സത്യവിശ്വാസമൊക്കെയും ഈ പ്രിയപ്പെട്ട പിതാവിനിലൂടെ എനിക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചു. എൻ്റെ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അനേക വർഷം എന്നെ ഈ പ്രിയ പിതാവ് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുവാനും യേശുക്രിസ്തുവിനോട് ചേർത്ത് നിർത്തുവാനും സഭയുടെ വിശ്വാസത്തിൽ ചേർത്ത് നിർത്തുവാനൊക്കെ ആയിട്ട് പിതാവിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഭവനത്തിൽ വരുവാനും ഈ പ്രിയപ്പെട്ട പിതാവ് എൻ്റെ ഈ മരണാന്ത ശുശ്രൂഷയിൽ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ പ്രിയ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരുക്കിയ ഭവനങ്ങളിലേക്കുള്ള യാത്ര, മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതത്തെ ഒരുക്കുവാൻ ദൈവത്തോട് ചേർന്ന് തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് വാങ്ങിപ്പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇനി ദൈവസന്നദ്ധിയിൽ പറുദീസായുടെ ഇമ്പങ്ങളിൽ മാലാഖമാരോട് ചേർക്കപ്പെടുമ്പോൾ ആ സ്വർഗീയ സമാധാനവും അനുഗ്രഹവും ഈ പ്രിയ പിതാവ് പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ സ്വർഗീയ കൂടാരങ്ങളിൽ വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖിച്ച് വിലപിച്ചിരിക്കുന്ന ഭാര്യ, മക്കള്, കൊച്ചുമക്കള്, പ്രിയപ്പെട്ട എല്ലാവരോടുമുള്ളതായി ദുഃഖത്തിൽ പങ്കുചേരുകയും അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം ഈ പ്രിയപിതാവിനെ സ്വർഗീയ മണവറയിൽ തൻ്റെ മാലാഖമാരോടൊപ്പം ചേർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.